എല്ലാ ടീച്ചേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ പോഷൻ പക്വാഡ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോഷൻ പക്വാഡയുടെ ഭാഗമായിട്ട് നമ്മൾ മാർച്ച് മാസത്തിൽ നമ്മൾ CB നടത്തുന്നുണ്ട്. അപ്പോൾ മാർച്ച് മാസത്തിലെ ആദ്യത്തെ CB എന്ന് പറഞ്ഞത് അനീമിയ എങ്ങനെ തടയാം, വിളർച്ച ഇല്ലാതെ, അതായത് അനീമിയ എന്നതിൽ നിന്ന് നമുക്ക് എങ്ങനെ മുക്തി നേടാം, അല്ലെങ്കിൽ അനീമിയ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മളിതിൽ ചർച്ച ചെയ്യണത്. അപ്പോൾ നമ്മൾ പോഷൻ പക്വാഡയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന CB നമ്മൾ മാർച്ച് മാസത്തെ CB ആയിട്ടാണ് കൺസിഡർ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് നമ്മളിതിലൂടെ പറയണത്. നമുക്കറിയാം, നമ്മൾ വിളർച്ച ഇല്ലാതെ വളരാം എന്നാണ് നമ്മൾ ഫസ്റ്റ് CB കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാർച്ച് 14-നാണ് നമ്മൾ CB ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ചുവടെ ചേർക്കുന്ന കാരണം, അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, വിളർച്ച ഇല്ലാതെ വളരാം, അതായത് ടെസ്റ്റ് ട്രീറ്റ് ആൻഡ് ടോക്ക് ഫോർ അഡ്രസ്സിങ് അനീമിയ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ 3T എന്ന രീതിയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾ 6 പ്രവർത്തനം, അതായത് വിളർച്ച തുരത്താനുള്ള 6 കാര്യങ്ങളായിട്ട് ഇതിൽ പറയും. ഒന്ന്, കൃത്യമായ ഇടവേളകളിൽ ഹീമോഗ്ലോബിൻ പരിശോധന നടത്താം. അപ്പോൾ കുട്ടികൾക്ക് കൃത്യമായ ഇടവേളകൾ പരിശോധന നടത്തി കഴിഞ്ഞാൽ നമുക്ക് വിളർച്ച തടയാം. മൈപ്ലൈറ്റ്, അതുപോലെ ഇരുമ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ ശീലമാക്കുക. വിറ്റാമിൻ C അടങ്ങിയ ഭക്ഷണങ്ങൾ ശീലമാക്കുക. വിരബാധ ഒഴിവാക്കുക. അയൺ ഓർ ഫോളിക് ആസിഡ് ഗുളികകൾ ആവശ്യമെങ്കിൽ ഉപയോഗിക്കുക. ഇരുമ്പിൻ്റെ ആഗിരണം കുറയ്ക്കുന്ന പാനീയങ്ങളായ ചായ, കാപ്പി മുതലായ ആഹാരത്തിന് 1 മണിക്കൂർ മുമ്പോ ശേഷമോ മാത്രം ഉപയോഗിക്കുക. മനസ്സിലായി? ഇരുമ്പിൻ്റെ ആഗിരണം കുറയ്ക്കുന്ന പാനീയങ്ങളാണ് ഈ ചായ, കാപ്പി എന്ന് പറയുന്നത്. ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ 1 മണിക്കൂർ മുന്നോ ഭക്ഷണം കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന്. പലരും നമുക്കറിയാം, ചായ കുടിച്ചതിൻ്റെ പിന്നാലെ ഫുഡ് കഴിക്കുന്നത് കാണാം. അത് പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അംഗനവാടികളിൽ ഈ CB നടത്തുന്ന സമയത്ത് ഇരുമ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് വരുന്ന ബെനിഫിഷ്യറീസിനെ പരിചയപ്പെടുത്താം. കുട്ടികളാണെങ്കിൽ, നിങ്ങളുടെ പറയുന്ന പോലെ പ്രീ സ്കൂൾ കുട്ടികളാണെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാം. അല്ല, ചെറിയ കുട്ടികൾ അമ്മമാരാണെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം ഇരുമ്പ് അടങ്ങിയ ഭക്ഷണം ഏതൊക്കെയാണ്, ഏതൊക്കെയാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്, അതുപോലെ ഹീമോഗ്ലോബിൻ ടെസ്റ്റ് നടത്തേണ്ടത് എപ്പോഴൊക്കെയാണ്, വിറ്റാമിൻ C അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെ. അപ്പോൾ ഇത് നിങ്ങൾ പരിചയപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്കൊന്നില്ലെങ്കിൽ ഈ പറയുന്ന ഭക്ഷണ ഐറ്റംസ് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊണ്ടുവന്ന് ഈ പറയുന്ന ബെനിഫിഷ്യറിക്ക് കാണിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഈ പറയുന്ന വിറ്റാമിൻ Cയും ഇരുമ്പും അടങ്ങിയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ പോലെ നിങ്ങൾക്ക് കാണിക്കാം. അല്ലെങ്കിൽ ചാർട്ടിൽ വരച്ച് കാണിക്കാം, ഒട്ടിച്ച് കാണിക്കാം, ചെറിയ ചെറിയ വീഡിയോസിലൂടെ കാണിക്കാം. ഒറിജിനൽ ആ പഴം കൊണ്ടുവന്ന് അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ കാണിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിൽ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അത് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓൾറെഡി CBക്ക് ബില്ല് സമർപ്പിക്കുന്ന പോലെ, മുന്നേ ചെയ്തിരുന്ന പോലെ ബില്ല് നിങ്ങൾ സമർപ്പിക്കുക. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഒരു നമ്മുടെ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്നത് എന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം, പോഷൻ ട്രാക്കറിൽ പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് ആയിട്ട് രേഖപ്പെടുത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് ആയിട്ട് എങ്ങനെയാണ് പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തണമെന്നുള്ളത് നമ്മൾ പറഞ്ഞുതരാം. നിങ്ങൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്താനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മോർ ഓപ്ഷനിൽ പോവുക. ആ മോർ ഓപ്ഷനിൽ പോകുമ്പോൾ നമുക്ക് കാണാം ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം, ഇവൻറ്റുകൾ. ആ ഇവൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് 3-മതായിട്ട് CB കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻ്റ് എന്ന് കാണാം. ആ CBയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആദ്യത്തെ CB അല്ലെങ്കിൽ CB നടത്തിയിട്ടുണ്ടോ ചോദിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, യെസ് എന്ന് കൊടുക്കാം. ഡേറ്റ് ഓഫ് ഇവൻറ്റ് നമ്മളിപ്പോൾ നോർമലി നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് നടത്താനാണ്, 14-ാം തീയതി, മാർച്ച് 14-നാണ് CB നടത്താൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം എന്തെങ്കിലും 14-ാം തീയതി ആണെങ്കിൽ നിങ്ങൾക്കിത് നേരെ എടുത്ത്, ഇപ്പം നമ്മൾ 14 ആവുന്നുള്ളൂ, ഞാൻ നിങ്ങൾക്ക് മുന്നേ കൂട്ടി പറഞ്ഞു തരുന്ന കാരണം കൊണ്ടാണ് നമുക്ക് 14 എന്നുള്ള ഡേറ്റ് വരാത്തത്. കാരണം ഇപ്പോൾ ഇന്ന് 12 ആയിട്ടുള്ളൂ. ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നതിന് വേണ്ടി ചെയ്തുകൊണ്ടാണ് 12 സെലക്ട് ആക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ 14-ാം തീയതി ഇത് തുറക്കുമ്പോൾ നിങ്ങളുടെ അവിടെ 14 ഇതുപോലെ വന്ന് കിടന്നേനെ. ഓക്കെ. അപ്പോൾ നമുക്കിനി എന്താണ് വരുന്നത്, ഈ 14 എന്നുള്ളതാണ് നിങ്ങൾക്ക് പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ, ഇപ്പോൾ ഞാൻ ബാക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 14-ാം തീയതി CB നടത്താൻ പറ്റിയില്ല, തൊട്ട് മുന്നത്തെ ദിവസമോ അപ്പുറത്തെ ദിവസമോ നടത്തിയാലും നിങ്ങൾ എന്ത് ചെയ്യുക, 14-ാം തീയതി തന്നെ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. കാരണം നമുക്ക് നടത്താൻ പറഞ്ഞിട്ടുള്ള ഡേറ്റ് 14-നാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതായത് ഇപ്പം നമ്മൾ 14-ന് ശേഷം നടത്തുന്ന കേസുകളാണെങ്കിൽ നിങ്ങൾക്ക് 15-ാം തീയതി നിങ്ങൾ നടത്തിയെന്ന് വിചാരിക്കുക. 15-ാം തീയതി നടത്തിയാൽ നിങ്ങൾക്ക് 14 എന്നുള്ളത് ഓപ്പൺ ആയിരിക്കും. ഇപ്പം ഇന്ന് 12-ആണ്, പക്ഷേ ഇന്ന് 12 നമുക്ക് തൊട്ട് മുന്നത്തെ ഡേറ്റുകൾ വേണ്ട, നമുക്ക് സെലക്ട് ചെയ്യാൻ പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ആ ദിവസം ആവണമെന്ന് മാത്രം. അപ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് 12 ഇട്ടു എന്നുള്ളൂ, 14 തന്നെയാണ് നിങ്ങളിവിടെ കാണിക്കേണ്ടത് കേട്ടോ. അതിന് ശേഷം നിങ്ങൾക്ക് അവിടെ വരുന്ന തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് എന്ന് കാണിക്കാം. കണ്ട, ഇതുപോലെ പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് എന്ന് കാണിക്കാം. ഈ പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതെന്തായിരിക്കും, ഇത് സബ്മിറ്റ് ആവും. ഞാനിപ്പോൾ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ.
ഇനി നമുക്കിതിനകത്ത് ഒരു കാര്യം കൂടി ഉള്ളത്, നിങ്ങൾക്ക് ഈ പറയുന്ന സെയിം സംഭവം നമ്മുടെ ജൻ ആന്തോളൻ ഡാഷ്ബോർഡിലും കൂടി കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 14-ാം തീയതി ചെയ്യുന്ന ആക്ടിവിറ്റി നിങ്ങൾക്ക് എവിടെ കാണിക്കണം? ജൻ ആന്തോളൻ ഡാഷ്ബോർഡിലും കാണിക്കണം. അപ്പോൾ പോർഷൻ ട്രാക്കറിലും കാണിക്കണം, ഒപ്പം തന്നെ ജൻ ആന്തോളൻ ഡാഷ്ബോർഡിലും കാണിക്കണം. അപ്പോൾ ഇനി ജൻ ആന്തോളൻ ഡാഷ്ബോർഡിൽ എങ്ങനെയാണ് ഈ പ്രവർത്തനം കാണിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ജൻ ആന്തോളനിൽ നിങ്ങൾക്ക് മുന്നേ പറഞ്ഞു തന്നപോലെ നിങ്ങൾ യൂസർ നെയിം പാസ്വേഡ് അടിച്ച് കയറണം. നമ്മൾ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നിരുന്നു യൂസർ നെയിം പാസ്വേഡ് അടിച്ച് കയറണത്. ഓരോ ICDSന് അല്ലെങ്കിൽ ഓരോ പ്രൊജക്റ്റിന് നമുക്കറിയാം ഓരോ യൂസർ നെയിം പാസ്വേഡാണ്. അത് അടിച്ച് കയറിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഡാറ്റ എൻട്രി കൊടുക്കാം. ഡാറ്റ എൻട്രി കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡ് നമ്മളിവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് ഞങ്ങൾക്ക് അത് തുറന്നു വന്നു. നിങ്ങളുടെയും അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തുറന്നു വരും. ഓക്കെ, അത് തുറന്നു വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? തീം സെലക്ട് ചെയ്യുക. സെലക്ട് തീം എന്ന് പറയുന്നത് നമുക്ക് ഓവറോൾ ന്യൂട്രീഷൻ, ജനറൽ സെൻസിറ്റൈസേഷൻ ആക്ടിവിറ്റീസ് ഓവറോൾ ന്യൂട്രീഷനാണ്. ഓവറോൾ ന്യൂട്രീഷൻ കൊടുക്കാം. അതിനുശേഷം അതിന് താഴെ നമുക്ക് ബ്ലോക്ക് കിടക്കുന്നത് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അംഗനവാടി ലെവലാക്കാം. എന്നിട്ട് നിങ്ങളുടെ അംഗനവാടിയുടെ പേര് ഇതിൽ ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി അംഗനവാടിയുടെ പേര് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം സെലക്ട് ആക്ടിവിറ്റി. ഈ ആക്ടിവിറ്റി നമുക്കെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരുന്നു പ്രോഗ്രാം വരുന്നത്? CBE ആണ്. നിങ്ങൾ ഏറ്റവും ആദ്യം കിടക്കണം നോക്കിയാൽ CBE കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻറ്റ്. കണ്ട, ഈ CBE കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫ്രം ഡേറ്റ് നമ്മൾ എന്നാണ് ഇത് ചെയ്യുന്നത്? 14-നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് 12-ാം തീയതി ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഡേറ്റ് കാണാത്തത്. അപ്പോൾ 14-ാം തീയതി എന്നുള്ള ഡേറ്റ് ഇപ്പോൾ നിങ്ങൾ 14-ാം തീയതി കയറിയിട്ട് 14-ാം തീയതിയിൽ കയറിയിട്ട് നിങ്ങൾ 14 സെലക്ട് കൊടുക്കണ സമയത്ത് എന്തായിരിക്കും? 14 സെറ്റാവും. ഇപ്പോൾ ഞാൻ 12 കൊടുത്തു കഴിഞ്ഞാൽ നിൽക്കുന്നെങ്കിൽ 12/3/2024 അതുപോലെ ഇപ്പോൾ 14 ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ എനിക്ക് 12 അല്ല 10-ാം തീയതിയാണ് ഞാൻ പ്രോഗ്രാം നടത്തിയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? എനിക്ക് 10-ാം തീയതി നിങ്ങൾ നോക്കി 3 ദിവസം വരെ ബാക്കിലത്തെ പ്രോഗ്രാം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്ത ആക്ടിവിറ്റി 3 ദിവസം മുന്നേ തൊട്ടുള്ള പ്രോഗ്രാമുകൾ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണാം 12-ന് കഴിഞ്ഞിട്ട് 11-ഉം 10-ഉം 9-ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 10-ാം തീയതിയാണ് പ്രോഗ്രാം നടത്തിയെന്നുണ്ടെങ്കിൽ ഞാൻ 10-ാം തീയതി സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ 10-ാം തീയതി കിട്ടും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 14-ാം തീയതി നടത്തുന്ന പ്രോഗ്രാം നിങ്ങളൊരു 16-നാണ് നിങ്ങൾ CBE നടത്തിയെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഇതിൽ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 16-ാം തീയതി നിങ്ങൾ കയറി ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് 14-ാം തീയതി സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. ആ സെറ്റ് കൊടുക്കുക. ടു ഡേറ്റും എന്നാണോ ആ ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇവിടെ എണ്ണം കൊടുക്കുക. എത്ര പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ എണ്ണം കൊടുക്കുക. പാർട്ടിസിപ്പേഷൻ എണ്ണം. ആ എണ്ണം കൊടുത്തതിന് ശേഷം നിങ്ങളിവിടെ ബ്രൗസിൽ പോയിട്ട് നിങ്ങളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ആ ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ അടിക്കണമെന്ന് നമുക്ക് നിർബന്ധമില്ല. പലർക്കും ഡിസ്ക്രിപ്ഷൻ അടിക്കുമ്പോൾ ഇൻവാലിഡ് എൻട്രി, ഇൻവാലിഡ് ഡാറ്റ എന്നൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തില്ലെങ്കിലും മുകളിൽ ഓൾറെഡി സംഭവങ്ങൾ കൊടുത്തിട്ടുള്ളതുകൊണ്ട് പ്രശ്നമില്ല. നിങ്ങൾ ഈ ബ്രൗസ് ഫയൽ കൊടുത്തിട്ട് നിങ്ങളവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അവിടെ ഫോട്ടോ വന്നു കണ്ട. അതിനുശേഷം നിങ്ങൾ താഴെ കാണുന്ന ആ സബ്മിറ്റ് ക്ലിക്ക് ചെയ്താൽ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് വരും. മനസ്സിലായില്ലേ? സക്സസ്ഫുള്ളി സബ്മിറ്റഡ്. മനസ്സിലായോ? അപ്പോൾ അതെ, സക്സസ്ഫുള്ളി സബ്മിറ്റഡ്. ഇത്രയും ചെയ്താൽ നിങ്ങളുടെ ഓക്കെ. ഈ പറഞ്ഞു തന്ന പോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഓരോരുത്തരും ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.